പാവപ്പെട്ട സ്ത്രീകൾ അതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നു, ചൂഷണം ചെയ്യുന്നു. മതത്തിൻ്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ വേറൊരു തങ്ങളെ കണ്ടോളൂ. വേഗത്തിൽ നമ്മുടെ സമയം മൂപ്പരൊരു സാധുവാണ്, എല്ലാവർക്കും വാരി കൊടുക്കണം, വലിയ സ്നേഹത്തിലാണ്. അങ്ങനെ സ്ത്രീകൾക്കൊക്കെ വാരി കൊടുക്കുക, അതാണ് മൂപ്പര്. ഒരു തങ്ങളാ വേങ്ങാട് തങ്ങൾ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട ഒരു തങ്ങൾ. അദ്ദേഹം കാട്ടിക്കൊണ്ട പ്രതിഭാസങ്ങളാണ്. എന്ത് സ്നേഹാന്നല്ലോ. മക്കളോട് പോലും ഇത്രയും പിരിച്ചില്ല. എല്ലാവർക്കും വാരി കൊടുക്കും മൂപ്പര്. അങ്ങനെ വേങ്ങാട് തങ്ങൾ. ഇതൊക്കെ ആത്മീയതയുടെ പേരിലാണ്, തങ്ങളുടെ പേര് പറഞ്ഞിട്ടാ അല്ലേ, അഹ്ലുബൈത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഈ ചൂഷണം. മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിച്ചിട്ടില്ല. ഒരു ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും ഈ രൂപത്തിലുള്ള ചൂഷണങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനം കൂട്ടുനിന്നിട്ടില്ല. അപ്പോൾ ചിലരിപ്പോൾ പറയും ഞങ്ങൾ സക്കാഫികളൊക്കെ ഇപ്പോൾ അതിനൊക്കെ എതിരാ, ഞങ്ങൾ വാളൊക്കെ നടത്തുന്നുണ്ട്, പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാലോ ഇത് ഭീമാപ്പള്ളി ഉറൂസിന്റെ നോട്ടീസ്. ഭീമാപ്പള്ളി ഉറൂസ്, ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന 2008 നടന്ന ഭീമാപ്പള്ളി ഉറൂസിന്റെ നോട്ടീസ് കണ്ടോളൂ. ഭീമാപ്പള്ളി ഉറൂസിൽ വരുന്ന പെണ്ണുങ്ങളുടെ കോലം, അവരുടെ അവസ്ഥ എന്താണ് എന്ന് സക്കാഫികൾ ഇപ്പൊ എതിരാണെന്ന് പറയും. ഇത് കാണുമ്പോഴേ ഞങ്ങൾ അതിനൊക്കെ എതിരായിട്ടുണ്ട് എന്ന് പറയും. കണ്ടോ, ഭീമാപ്പള്ളി ഉറൂസ് വിശ്വാസികളുടെ വൻതിരക്ക്, ഈമാനുള്ളവരുടെ വൻതിരക്ക് എന്നാ പറഞ്ഞത്. ഈമാനുള്ള പെണ്ണുങ്ങളെ കണ്ടോ, തലയിൽ കുടം വെച്ചിട്ട് ഈമാനുള്ള പെണ്ണുങ്ങൾ, വിശ്വാസികളുടെ വൻതിരക്ക്. അവിടെ ആരാ പ്രസംഗിച്ചത്? സുലൈമാൻ സക്കാഫി. നോട്ടീസ് 2008 നോട്ടീസ് സുലൈമാൻ സക്കാഫി. ഒരു സക്കാഫി അല്ല, സബീർ സക്കാഫി, വേറൊരു സക്കാഫി. സബീറാണ് ആള്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ദ്വാ ചെയ്ത ആള് സുലൈമാൻ സക്കാഫി. ദ്വാ ചെയ്ത് കൊടുത്തു സക്കാഫികൾ തലയിൽ കൊടുക്കാതെ. എന്നിട്ട് ഞങ്ങൾ എതിർക്കുന്നു എന്ന് ഇപ്പുറത്ത് മറഞ്ഞിരുന്ന് പറയുക. ആ മറ പൊളിഞ്ഞു പോകും. ആ മറക്ക് സ്ഥാനമില്ല.